സർ, പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ അവർക്ക് ഇങ്ങനെ അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർക്കെന്നും താല്പര്യം സമ്പത്തിനോടും അധികാരത്തിനോടുമായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങളോടായിരുന്നില്ല ആഭിമുഖ്യം. അവർക്ക് നല്ല സമ്പത്തുള്ള ഹിന്ദുക്കളോടായിരുന്നു അടുപ്പം. തിരിച്ച് ഹിന്ദു രാജാക്കന്മാരുടെ കാര്യവും അതുപോലെ തന്നെ. വാവ്, ഇതൊന്നും ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചരിത്രം. വളച്ചൊടിച്ച സത്യങ്ങൾ കൊണ്ട് ചിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ശരിയാണ്. They wrote a history of India by dividing our Indian history into 3 parts: Hindu India, Muslim India, and British India. This categorization was historically crucial for the construction of the religious identity of India. They reduced the people into their immediate identity, that of Hindus or Muslims, in an attempt to rule Indians. These historians had no idea about Indian history or reality. James Stuart Mill, who gave us grand theories pitting Indians against fellow Indians, hadn't visited India ever. They had only looked at colonial sources to make these theories about hundreds of years in the life of millions of people. They looked at everything from a religious perspective. Another important thing is, one second. Both the Hindu king of Kashmir and Muhammad of Ghazni, the Muslim king, have attacked the same temple for the wealth accumulated in the temple those days. Only for the wealth accumulated in the temple. They made these economical interests invisible and projected only the religious identity of the king, which was unknown here. Thank you all. Thank you. Thank you. Done for today. സർ, ആദർശ്, നമുക്ക് സംസാരിക്കാം. തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ. ശരി ഫൈസ. സർ, വളരെ നന്നായിരുന്നു. താങ്ക് യു ഫൈസ. ചരിത്രത്തിലെ ചില സത്യങ്ങളൊക്കെ കൺമുമ്പിൽ കണ്ട പോലെ തോന്നി. ചിലർക്കിത് സത്യങ്ങൾ, മറ്റു ചിലർക്കിത് അപ്രിയ സത്യങ്ങൾ. നമസ്തേ സർജി. സർ, പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ അവർക്ക് ഇങ്ങനെ അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർക്കെന്നും താല്പര്യം സമ്പത്തിനോടും അധികാരത്തിനോടുമായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങളോടായിരുന്നില്ല ആഭിമുഖ്യം. അവർക്ക് നല്ല സമ്പത്തുള്ള ഹിന്ദുക്കളോടായിരുന്നു അടുപ്പം. തിരിച്ച് ഹിന്ദു രാജാക്കന്മാരുടെ കാര്യവും അതുപോലെ തന്നെ. വാവ്, ഇതൊന്നും ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചരിത്രം. വളച്ചൊടിച്ച സത്യങ്ങൾ കൊണ്ട് ചിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ശരിയാണ്. സർ, സോറി, ഞാൻ കുറച്ച് ബിസി ആയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തായി മറ്റേ റോഹൻ ഇഷ്യൂല് നിങ്ങളുടെ യുണൈറ്റഡ് സ്റ്റുഡൻസ് മൂവ്മെന്റ്? സർ, ഈ ആന്റി ഫാസിസ്റ്റ് സംഘടനകളെല്ലാം ഒന്നിച്ചപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഗുഡ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ തന്നെ തീരുമാനം. വെരി ഗുഡ്. ആൻഡ് ദ ടൈം ഡിമാൻഡ് ഇറ്റ്, അല്ലേ? ഫൈസ നിങ്ങളുടെ ഗാംഗിൽ ചേർത്തോ? എപ്പോഴേ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു NSOക്കാരുടെ മാത്രമേ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ആയി. ഞങ്ങളിപ്പോൾ തന്നെ ചെറിയൊരു യുണൈറ്റഡ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ്. വെരി ഗുഡ്.